77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം അത് പ്രൗഢഗംഭീരമായി ആഘോഷിച്ചിരിക്കുകയാണ് തലസ്ഥാനത്ത് നമ്മുടെ കേരളത്തിൽ നിന്നും എത്തിയിട്ടുള്ള ചില വിശിഷ്ടാതിഥികൾ ഉണ്ടായിരുന്നു. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ കൂടി ഈ പ്രാവശ്യം ഈ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി വിശിഷ്ടാതിഥികളായി ക്ഷണിച്ചിരുന്നു. അവരൊക്കെ തന്നെ കേരളത്തിന്റെ സ്വന്തം ഗാലറിയായ പെരിയാറിലിരുന്ന് റിപ്പബ്ലിക് ദിനം പൂർണ്ണമായിട്ടും വീക്ഷിച്ചു. അവർ തന്നെ ഇപ്പോൾ റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. വലിയ ഒരു അംഗീകാരമാണ് യഥാർത്ഥത്തിൽ കിട്ടിയത്. അതായത് മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള അവാർഡാണ് കൊല്ലം ജില്ലാ പഞ്ചായത്തിൽ കിട്ടിയത്. ഒരുപക്ഷെ പ്രേക്ഷകർക്കൊക്കെ സുപരിചിതയാണെന്ന് തോന്നുന്നു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ഡോക്ടർ ആർ ലതാദേവി ഭക്ഷ്യമന്ത്രി GR അനിലിൻ്റെ ഭാര്യ കൂടിയാണ്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ എന്തായാലും ഇവിടെ എത്തിയിരിക്കുന്നത്. എന്തൊക്കെയാണ് പറയാനുള്ളത്? വളരെ വലിയൊരു അംഗീകാരമായിട്ട് ഇവിടെ വരാൻ കഴിഞ്ഞതിനെ കാണുകയാണ്. ആ അംഗീകാരത്തിന് വഴിയൊരുക്കിയത് എൻ്റെ മുൻഗാമികളായിട്ടുള്ള കൊല്ലം ജില്ലാ പഞ്ചായത്തിൻ്റെ അധികാരികൾ ആയിരുന്നു. അവർക്ക് ഈ അവസരത്തിൽ പ്രത്യേകിച്ച് നന്ദി പറയുകയാണ്. അവർക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഭരണം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ്. ജില്ലാ പഞ്ചായത്തിന് ലഭിച്ച ആ ഒരു അംഗീകാരത്തിൻ്റെ മികവിലാണ് നിലവിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ള നിലയ്ക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യ തലസ്ഥാനത്ത് വെച്ച് നടക്കുന്ന റിപ്പബ്ലിക് ഡേ പരേഡിൽ ആദ്യമായിട്ടാണ് ഞാൻ പങ്കെടുക്കുന്നത്. ഇനിയും ഒരിക്കൽ കൂടെ പങ്കെടുക്കുമെന്നും തോന്നുന്നില്ല. അപ്പോൾ നല്ല അനുഭവം ആയിരുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ ഉയർച്ച, വളർച്ച, സാംസ്കാരികമായിട്ടുള്ള അഭ്യുന്നതി. 2 വർഷത്തിന് ശേഷം കേരളത്തിന് ഒരു ഫ്ലോട്ട് കൂടി വരുന്നു. അത് അങ്ങനെ ആ ഒരു പരേഡിലാണ് നിങ്ങൾ ഭാഗമാകുന്നു. അങ്ങനെ ഒരു അംഗീകാരം കൂടി ഉണ്ട്. കേരളത്തിൻ്റെ ഫ്ലോട്ടും വളരെ മികച്ച ഒരു ഫ്ലോട്ടായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ കേരളത്തിൽ നിന്നിപ്പോൾ പഞ്ചായത്ത് മിനിസ്ട്രിയുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസായിട്ടാണ് 5 പേര് വന്നത്. 5 പേരും പിന്നെ 3 പേര് കുടുംബത്തോടൊപ്പം ആണ് ഇവിടെ വന്നത്. ഞങ്ങൾക്ക് 5 പേർക്കും കുടുംബത്തോടൊപ്പം വരുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഗവൺമെൻറ് ഒരുക്കിയിരുന്നത്. അപ്പോൾ വളരെ നല്ല ഒരു അനുഭവം ആയിരുന്നു ഇത് കാണുക, നേരിട്ട് കാണുക എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ലഭിച്ച ഒരു അംഗീകാരം എന്ന് പറയുന്നത് ഭാവിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുവാൻ ജില്ലാ പഞ്ചായത്തിനെ പ്രാപ്തമാക്കുക എന്ന് പറയുന്ന ഒരു വലിയ ഉത്തരവാദിത്വം എന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്. അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് എളിയ കഴിവുകൾ വിനിയോഗിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള പാഠമാണ് ഇതിൽ നിന്ന് ഉൾക്കൊണ്ടിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന് പുറമെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒപ്പം തന്നെ പെരുമ്പടപ്പ്, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളായി തിരഞ്ഞെടുക്കപ്പെട്ട കൂടിയാണ്. ഇപ്പോൾ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. അങ്ങനെ മികച്ച ബ്ലോക്ക് പഞ്ചായത്തുകളിൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ, അവിടുത്തെ സാരഥികൾ കൂടി ഈ രാജ്യ തലസ്ഥാനത്തെ ആഘോഷത്തിന്റെ ഭാഗമാകുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ മുൻ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ കൊടകര ബ്ലോക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തും കഴിഞ്ഞ 2 വർഷം സ്വരാജ് പുരസ്കാരം കിട്ടിയിട്ടുള്ള പഞ്ചായത്തായിരുന്നു. കൂടാതെ ഇന്ത്യ വേൾഡ് വാട്ടർ വീക്കിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ഇവിടെ ഡൽഹിയിൽ ഒരു തവണ പങ്കെടുത്തു. പിന്നെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് സ്വരാജ് പുരസ്കാരം. അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഈ പരിപാടിയിൽ അവസരം ലഭിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എല്ലാം സ്ത്രീകളാണെന്നുള്ള പ്രത്യേകത കൂടി ഉണ്ടല്ലേ? മികച്ച പഞ്ചായത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് വരുന്നത് സ്ത്രീകൾ. അപ്പം അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ടല്ലേ? അതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് ആദ്യമായിട്ടാണ് പ്രസിഡൻ്റായിട്ടുള്ളത്. മുന്നേ 2 തവണ വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ മെമ്പറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട്. ജനപ്രതിനിധി നിലയിലാണ് വരുന്നത്. അപ്പം ജനങ്ങൾക്ക് കൂടിയുള്ള ഒരു അംഗീകാരമല്ലേ യഥാർത്ഥത്തിൽ? തീർച്ചയായും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ വളരെ അഭിമാനാർഹമായ ഒരു നിമിഷം തന്നെയായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കിയ വികസനക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഞാൻ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. വരുംകാലത്ത് പ്രവർത്തനത്തിന് കൂടുതൽ ഊർജം നൽകാൻ തീർച്ചയായും ഇതുകൊണ്ട് സാധിക്കുമെന്ന് തന്നെയാണ്. തിരിച്ചു പോകുന്ന നേരം പെട്ടെന്ന് അതെ 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 എങ്ങനെ ഉണ്ടായിരുന്നു? തീർച്ചയായിട്ടും നല്ലൊരു അനുഭവം തന്നെയായിരുന്നു. ഞാൻ ആദ്യം പഞ്ചായത്തിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഞാനിവിടെ പ്രസിഡൻ്റായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം നമ്മുടെ ഭരണസമിതി നേടിയ അംഗീകാരത്തിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വരാൻ സാധിച്ചത്. തീർച്ചയായിട്ടും എൻ്റെ വെളിയന്നൂർ പഞ്ചായത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഈ അംഗീകാരം സമർപ്പിക്കുന്നു. അതുതന്നെയാണ് ഇവരെല്ലാവരും വ്യക്തമാക്കുന്നത്. ഇവർ പൂർണ്ണമായിട്ടും ഈ 5 പേർ കൂടി രാജ്യ തലസ്ഥാനത്ത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ വിശിഷ്ടാതിഥികളായി എത്തി. അതും നമ്മുടെ കേരളത്തിൻ്റെ പഞ്ചായത്ത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെയാണ് പഞ്ചായത്ത് രാജ് സംവിധാനം മുന്നോട്ട് പോകുന്നത്. ഇതിനോടകം തന്നെ കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ജനങ്ങൾക്ക് കൂടിയുള്ള അംഗീകാരമാണെന്നാണ് ഇവരെല്ലാം തന്നെ നമ്മളോട് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് നവാസ് മണ്ണാർക്കാടിനൊപ്പം റിപ്പോർട്ടർ YS അഭിനന്ദ്, ഇൻ റിപ്പോർട്ടർ, ഡൽഹി.